ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഇസ്രായിലെ 13 വരെയുള്ള സൂക്തങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 14-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇഖ്റ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബ. വായിക്കുക നിന്റെ ഈ കർമ്മരേഖ, ഇന്ന് നിന്റെ കണക്ക് നോക്കുന്നതിന് നീ തന്നെ മതി എന്ന ഈ ആയത്തിൻ്റെ താല്പര്യം തൊട്ട് മുമ്പ് പറഞ്ഞ കർമ്മപുസ്തകം തന്നെയാണ്. ഇത് അള്ളാഹു നേരിട്ട് മനുഷ്യരോട് പറയുന്നതാണ്, അല്ലെങ്കിൽ പറയപ്പെടുന്നതും ആവാം എന്നൊക്കെ ഷൗക്കാനിയെ പോലെയുള്ളവർ വിശദീകരിച്ചിട്ടുണ്ട്. വായിക്കാൻ അറിയുന്നവരോടാണ് അങ്ങനെ പറയുക, എന്നാൽ വായിക്കാൻ അറിയാത്തവരോട് ഇന്ന് നിന്റെ കണക്ക് നോക്കുന്നതിന് നീ തന്നെ മതി എന്ന് പറയുമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ മറ്റ് മുഫസ്സിറുകൾ ഈ ആയത്ത് പൊതുവാണെന്നും പറയുന്നു. കർമ്മങ്ങളുടെ മുഴുരേഖകൾക്കും താൻ തന്നെ സാക്ഷിയായ സ്ഥിതിക്ക് മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ തൻ്റെ കർമ്മഫലം കണക്കാക്കാൻ ഓരോരുത്തർക്കും സാധിക്കും എന്നർത്ഥം. ഹസീബൻ എന്നത് മുഹാസിബ്, കണക്ക് നോട്ടക്കാരൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചതെന്ന് ഭാഷാ പണ്ഡിതനായ സീബവൈഹി അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഷൗക്കാനി തൻ്റെ ഫതഹുൽ ഖദീറിൽ വിശദീകരിക്കുന്നുണ്ട്. എന്തായിരുന്നാലും നേരത്തെ അള്ളാഹു സൂചിപ്പിച്ച തൻ്റെ എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നാളെ പരലോകത്തിൽ അവനോട് പറയും, നിന്റെ കർമ്മപുസ്തകം നീ വായിക്കുക. നിന്റെ കണക്ക് നോക്കാൻ നീ തന്നെ മതി എന്ന് പറയുമ്പോൾ അള്ളാഹു കണക്ക് നോക്കുകയില്ല എന്നല്ല, അത് നിനക്ക് തന്നെ വളരെ വേഗം ബോധ്യപ്പെടുന്ന രൂപത്തിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നീ ചെയ്ത നന്മകളാവട്ടെ തിന്മകളാവട്ടെ അതൊക്കെ നിന്റെ സ്മൃതിപഥങ്ങളിലേക്ക് തെളിഞ്ഞു വരും ഈ കണക്കുകൾ കാണുമ്പോൾ. വളരെ കൃത്യമായിരിക്കും അതിൻ്റെ വിചാരണ എന്ന അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നത്. 15-ാമത്തെ സൂക്തത്തിൽ പറയുന്നു, മൻഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സി വമൻ ളല്ല ഫഇന്നമാ യളില്ലു അലൈഹാ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റ വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. ഒരുവൻ സന്മാർഗം സ്വീകരിക്കുന്നത് സ്വന്തം ഗുണത്തിനു വേണ്ടിയാണ്. ദുർമാർഗം ആചരിക്കുന്നുവെങ്കിൽ അതിൻ്റെ ദോഷവും അവനു തന്നെ. ഭാരം വഹിക്കുന്നവരാരും തന്നെ മറ്റൊരുവൻ്റെ ഭാരം വഹിക്കുകയില്ല. സത്യവും മിഥ്യയും വേർതിരിച്ചു തരുന്ന ഒരു പ്രവാചകനെ നിയോഗിക്കുന്നത് വരെ നാം ജനങ്ങളെ ശിക്ഷിക്കാറുമില്ല എന്നാണ് തുടർന്ന് പറയുന്നത്. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സൂക്തം ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്നാമത്തേത്, മനുഷ്യൻ സന്മാർഗം സ്വീകരിക്കുന്നതിൻ്റെയും നിരാകരിക്കുന്നതിൻ്റെയും ഗുണദോഷങ്ങൾ അവനവനു തന്നെയാണ്. ഇവിടെ സന്മാർഗം എന്ന് പറയുന്നത് അള്ളാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ മനുഷ്യർക്ക് നൽകിയ ദീനും അത് ഉൾക്കൊള്ളുന്ന ശരീഅത്തുമാണ്. ആ സത്യപാത സ്വീകരിച്ച് അതിൽ അടിയുറച്ചു നിന്നാൽ അതിൻ്റെ ഗുണം ഇഹത്തിലും പരത്തിലും അവന് തന്നെയാണ്. ഇനി ആരെങ്കിലും വഴിതെറ്റിയാലോ അതിൻ്റെ ദോഷവും അവന് മാത്രമാണ്. മറ്റാർക്കും അവൻ്റെ ഈ നിലപാടിൽ ഒന്നും വരാനില്ല. ഇക്കാര്യത്തിൽ മനുഷ്യൻ്റെ നിലപാടിനനുസരിച്ച് പ്രതിഫലവും ശിക്ഷയും ഉണ്ടാകുമെന്നുകൂടി ഈ ആയത്ത് സൂചിപ്പിക്കുന്നുണ്ടെന്ന് ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. മറ്റൊരർത്ഥത്തിൽ ഒരാൾ സന്മാർഗം തിരഞ്ഞെടുക്കുന്നത് അയാൾ അള്ളാഹുവിനോടോ പ്രവാചകനോടോ അത് പ്രചരിപ്പിക്കുന്നവരോടോ കാണിക്കുന്ന ഔദാര്യമല്ല, സ്വന്തം ഗുണത്തിന് വേണ്ടിയാണ്. ഇനി അത് നിരാകരിക്കുന്നുവെങ്കിൽ അതിൻ്റെ നഷ്ടം അയാൾക്ക് തന്നെയാണ്. സത്യപ്രബോധകർ വ്യക്തിപരമായ എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതെന്നും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ആയത്ത് ഉൾക്കൊള്ളുന്ന 2-ാമത്തെ അടിസ്ഥാന കാര്യം, ഒരുത്തൻ്റെ ഭാരം മറ്റൊരാളും വഹിക്കുകയില്ല എന്നതാണ്. ഇവിടെ ഭാരം എന്നുദ്ദേശിച്ചത് പാപങ്ങളുടെ ഭാരമാണ്, ശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഇത് പരലോകവുമായി ബന്ധപ്പെട്ടതാണ്. എന്നല്ല, തൊട്ട് മുമ്പ് തന്നെ വന്ന 2 ആയത്തിലും പരലോകം പ്രത്യേകം പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. മക്കൾക്കോ മാതാപിതാക്കൾക്കോ മറ്റാർക്കുമോ പരസ്പരം ഭാരം താങ്ങാനോ ഏറ്റെടുക്കാനോ സാധിക്കാത്ത ദിനമാണ് അന്ത്യദിനം. സമ്പത്തോ മക്കളോ കുടുംബ ബന്ധങ്ങളോ ഉപകരിക്കാത്ത, ഒരു കച്ചവടവും നടക്കാത്ത ദിനമാണ് എന്ന് ഖുർആനിൽ പലയിടത്തും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ സുൽത്താന് രാജ്യഭാരം ഏറ്റെടുക്കാൻ കഴിഞ്ഞാലും മനുഷ്യരുടെ പാപഭാരം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നുകൂടി ഇത് ഉദ്ദേശിക്കുന്നുണ്ട്
വസീർ, വിസാറത്ത് എന്നീ പദങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നു. 15-ാം ആയത്തിൽ പറയുന്ന മൂന്നാമത്തെ അടിസ്ഥാന കാര്യം, ഒരു പ്രവാചകനെ നിയോഗിക്കുന്നത് വരെ നാം ജനങ്ങളെ ശിക്ഷിക്കാറുമില്ല എന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ നീതിയാണ് ഇവിടെ പ്രകടമാകുന്നത്. പ്രവാചകനെ അയക്കുക, സന്ദേശവാഹകരെ അയക്കുക, ഹുജ്ജത്ത് പൂർത്തിയാക്കുക എന്നതൊക്കെ തന്നെ അള്ളാഹു നാളെ പരലോകത്ത് അത് ലഭിക്കാത്തവരെ ശിക്ഷിക്കുകയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കുറ്റവാളികളായ ജനങ്ങളെ നരകത്തിലേക്ക് എറിയുമ്പോൾ നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നില്ലയോ എന്ന് മലക്കുകൾ അവരോട് ചോദിക്കുന്ന കാര്യം ഖുർആൻ പലയിടത്തും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതൊരു ന്യായമായി തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയും എന്നാണ്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തഫ്ഹീമുൽ ഖുർആൻ സയ്യിദ് മൗദൂദി റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ പറയുന്ന സുപ്രധാനമായ ഒരു കാര്യം ഇതാണ്. അള്ളാഹുവിൻ്റെ നീതിന്യായ വ്യവസ്ഥയിൽ പ്രവാചകന് സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. അള്ളാഹുവിൽ നിന്ന് പ്രവാചകനിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്ന സന്ദേശമാണ് പരലോകത്ത് തൻ്റെ അടിമകളെ വിചാരണ നടത്താനുള്ള അള്ളാഹുവിൻ്റെ ന്യായം. അഥവാ പ്രവാചകൻ വരാത്ത ഒരു ജനതയ്ക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒഴികഴിവ് പറയാൻ സാധിക്കും. സന്ദേശം ലഭിക്കാത്തവരെ അള്ളാഹുവിന് ശിക്ഷിക്കാനും കഴിയുകയില്ല. അതുകൊണ്ട് ഈ ഹുജ്ജത്ത് ആണ് പ്രവാചകന്മാരിലൂടെ, പിന്നീട് ഇസ്ലാമിൻ്റെ പ്രബോധകന്മാരിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ദൗത്യ നിർവഹണം നമ്മൾ എത്രത്തോളം നിർവഹിക്കുന്നുണ്ട് എന്ന വലിയൊരു ചോദ്യം അതിൽ വരുന്നുണ്ട്. പ്രവാചകന്മാർക്ക് ശേഷം ഈ സന്ദേശത്തിൻ്റെ പ്രചാരണം വിശ്വാസികളുടെ ബാധ്യതയാണെന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്. ഖുർആൻ അക്കാര്യം അവരെ ഏൽപ്പിച്ചതായി തന്നെ എടുത്തു പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ വസിയത്തും അതാണ് സൂചിപ്പിക്കുന്നത്. ഇക്കാര്യങ്ങൾ മുസ്ലിം ഉമ്മത്ത് നിർവഹിക്കണമെന്നത് കൂടി ആയത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. പ്രവാചകന്മാരുണ്ടാവുക, അവരുടെ പ്രബോധനം നടക്കുക, എങ്കിലേ പരലോകത്ത് നീതി നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ, ആളുകളെ അള്ളാഹുവിന് വിചാരണ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ദൗത്യത്തിൻ്റെ ഭാരം നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സൂക്തം 16 അള്ളാഹു ഇങ്ങനെ പറയുന്നു: വഇദാ അറദ്ന അൻ നുഹ്ലിക ഖറിയതൻ അമർനാ മുത്രഫീഹാ ഫഫസഖൂ ഫീഹാ ഫഹഖ അലൈഹൽ ഖൗലു ഫദമ്മർനാഹാ തദ്മീറ. നാം ഒരു നാടിനെ നശിപ്പിക്കണമെന്നുദ്ദേശിച്ചാൽ അതിലെ സുഖലോലുപരോട് കൽപ്പിക്കുന്നു. അപ്പോൾ അവരതിൽ ധർമ്മധിക്കാരം വളർത്തുകയായി. തുടർന്ന് ആ നാട് നമ്മുടെ ശിക്ഷാവിധിക്ക് അർഹമായി തീരുന്നു. അപ്പോൾ നാം അതിനെ തകർത്ത് കളയുന്നു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. നാം ഒരു നാടിനെ നശിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹു ഒരു നാടിനെ അകാരണമായി വെറുതെ നശിപ്പിക്കുമെന്നല്ല. ഒരു നാട്ടുകാരിൽ ഭൂരിഭാഗവും ദുർമാർഗത്തിലൂടെ സഞ്ചരിക്കുകയും അതുവഴി നാശത്തിന് അവർ അർഹരായി തീരുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ എത്തിയാലെന്നാണ് അതിൻ്റെ താല്പര്യം. അപ്പോൾ ആ നാട്ടിലെ മുത്തറഫ് ഫീഹ, ആ നാട്ടിലെ സുഖലോലുപരോട് നമ്മൾ കൽപ്പിക്കുന്നു എന്നതിലെ അമർന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ അനുസരിക്കണം എന്ന കൽപ്പനയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ അവർ റബ്ബിനെതിരായി പ്രവർത്തിക്കുന്നു. അള്ളാഹുവിനെ അനുസരിക്കണം എന്നൊരു നാട്ടിലെ സുഖലോലുപരോട് അള്ളാഹു കൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായി അവരതിന് എതിര് പ്രവർത്തിക്കുന്നു. അത് അനുസരണക്കേടായിട്ട് മാറുന്നു. ആ ധിക്കാരം കാരണത്താൽ അള്ളാഹു ആ നാടിനെ നശിപ്പിക്കേണ്ടി വരും എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചിലർ അമർന എന്ന ഖിറാഅത്ത് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അർത്ഥം സുഖലോലുപരെ അമീറുമാരാക്കി, അധികാരികളാക്കി എന്നാവും. അങ്ങനെ അവർ ധിക്കാരം പ്രവർത്തിക്കുമ്പോൾ ആ നാടിനെ നശിപ്പിക്കുന്നു എന്ന അർത്ഥവും അതിൽ പറയാം. സൂറത്ത് അൽ അൻആമിലെ 123-ാമത്തെ സൂക്തത്തിൽ എല്ലാ നാട്ടിലും അതിലെ കേമന്മാരായ ധിക്കാരികളെ, അവരിൽ സത്യത്തിനെതിരെ കുതന്ത്രങ്ങൾ വിരിക്കുന്നവരായി നാം നിശ്ചയിച്ചിട്ടുള്ളതാകുന്നു എന്ന് അള്ളാഹു അൽ അൻആമിലെ 123-ാമത്തെ സൂക്തത്തിൽ പറയുന്നുണ്ടല്ലോ. അബുൽ ആലിയ, മുജാഹിദ്, റബീഉ ഇബ്നു അനസ് തുടങ്ങിയവർ ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ള ആളുകളാണ്. എങ്ങനെ ഇത് പാരായണം ചെയ്താലും അടിസ്ഥാന അർത്ഥത്തിൽ മാറ്റമൊന്നും വരുന്നില്ല. നാട്ടിലെ സുഖലോലുപരും തമ്മാടികളുമായ ഭരണാധികാരികൾ ദൈവധിക്കാരവും അനുസരണക്കേടും കുതന്ത്രങ്ങളും പ്രയോഗിക്കുമ്പോൾ അധർമ്മത്തിന് അടിപ്പെട്ട നാട് നാശത്തിന് വിധേയമായി പോകുന്നു. മുത്രഫീൻ അതിലെ ആ പട്ടണത്തിലെ സുഖലോലുപരായ എന്നതിൻ്റെ ഉദ്ദേശം ധാരാളം സമ്പത്ത് ലഭിച്ചവരും അതുകൊണ്ട് തന്നെ ധിക്കാരികളും അഹങ്കാരികളും അടിച്ചമർത്തുന്ന ഭരണാധികാരികളുമായി മാറിയവർ എന്ന് ഫത്ഹുൽ ബയാനിൽ വിശദീകരിക്കുന്നുണ്ട്.
അപ്പോൾ നാട് നശിപ്പിക്കുന്നതിൽ കോർപ്പറേറ്റുകൾക്ക് വലിയൊരു പങ്കുണ്ടെന്നർത്ഥം. ഭരണകൂടവും കോർപ്പറേറ്റുകളും അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ട് നടത്തുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്നു. അവരൊക്കെ ശ്രദ്ധിക്കേണ്ട, അവരോർമ്മയിൽ കൊണ്ടുവരേണ്ട, ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു നാട്ടിൽ ഭരണാധികാരികളുടെ കൂടെ കോർപ്പറേറ്റുകൾ കൂടി സമ്പത്ത് കൊണ്ട് അവരധികാരം വാണ് ജനങ്ങളെ ആക്രമിച്ച് അതിനെ നശിപ്പിക്കുന്ന ഒരു രീതി വരുമ്പോൾ അവരെ നാശം വിളിച്ചു വരുത്തുകയാണ് എന്നൊരു ബോധം അത്തരം ആളുകൾക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ധൂർത്തന്മാരും അതുപോലെ സമ്പത്ത് കൊണ്ട് ദൈവധിക്കാരം നടത്തുന്ന ആളുകൾ വാഴുന്ന ഒരു നാട്ടിൽ ദുർവൃത്തികൾ, അതുപോലെ ദുഷ്ടതകൾ, അധികാരികളുടെ ആക്രമമർദ്ദനങ്ങളൊക്കെ പ്രത്യക്ഷപ്പെടും. പ്രകൃതി നിയമം അനുസരിച്ച് തന്നെയാണ് നാട് നശിക്കും. ഇത്തരം കാര്യങ്ങളിൽ മൗനം പാലിക്കുകയല്ല നാട്ടുകാർ ചെയ്യേണ്ടത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതിനെല്ലാമെതിരെ നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഇസ്ലാഹ് നടത്തലും വിശ്വാസികളുടെ ദീനീ ബാധ്യതയായിട്ട് മനസ്സിലാക്കണമെന്നാണ് ഖുർആൻ നമ്മുടെ ഇവിടെ ഉത്ബോധിപ്പിക്കുന്നത്. ഇക്കാര്യം ഖുർആനിൽ ഉടനീളം പല ശൈലിയിൽ വന്നിട്ടുണ്ട്. പ്രവാചകന്മാരുടെ ചരിത്രവും അതാണ് പറയുന്നത്. ദൗത്യം മറന്നവർക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്ത ഒരു ഘട്ടം വരും, ജാഗ്രത പാലിക്കണം. തിന്മ നാട്ടിൽ നടക്കുമ്പോൾ അംറുബിൽ മഅറൂഫ് വ നഹ്യുൻ അനിൽ മുൻകർ നടത്തിയിട്ടില്ലെങ്കിൽ, തിന്മ ചെയ്യുന്നവർ ഭൂരിപക്ഷമാകുമ്പോൾ പ്രതികരിക്കാത്തവർ പ്രാർത്ഥിച്ചിട്ട് പിന്നെ കാര്യമില്ല, പ്രാർത്ഥന സ്വീകരിക്കാത്തൊരു ഘട്ടം വരും. അത്തരം ഘട്ടത്തിലുള്ള ഒരു നാട് നശിപ്പിക്കപ്പെടും എന്ന് ഖുർആൻ വളരെ ഖണ്ഡിതമായി നമ്മളോട് പറയുകയാണ്. തൊട്ടു മുമ്പുള്ള ആയത്തിൽ ഒരു പ്രവാചകനെ നിയോഗിക്കുന്നത് വരെ നാം ജനങ്ങളെ ശിക്ഷിക്കാറില്ല എന്ന ആയത്തുമായി ഇതിന് ബന്ധമുണ്ടെന്ന് ഖുർത്തുബി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്. അതിനനുസരിച്ച് സന്മാർഗം ലഭിച്ച ശേഷം മനുഷ്യൻ സ്വയം അതിനെ ധിക്കരിക്കുന്നതും അതിക്രമം കാണിക്കുന്നതുമാണ് അവൻ്റെ നാശത്തിന് കാരണമാകുന്നത് എന്നർത്ഥം. അത്തരം ഒരവസ്ഥയാണ് അള്ളാഹു തുടർന്നുള്ള ആയത്തിലൂടെ വിശദീകരിക്കുന്നത്. അടുത്ത ആയത്തിൽ അതിൻ്റെ ഉദാഹരണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതാണ് 17ാമത്തെ സൂക്തത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നത്. വകം അഹ്ലക്നാ മിനൽ ഖുറൂനി മിൻ ബഅദി നൂഹിൻ വകഫാ ബിറബ്ബിക ബിദുനൂബി ഇബാദിഹി ഖബീറൻ ബസീറ. നോക്കുക, നൂഹിന് ശേഷമുള്ള എത്രയെത്ര തലമുറകളാണ് നമ്മുടെ വിധിയാൽ നശിപ്പിച്ചിട്ടുള്ളത്. തൻ്റെ ദാസന്മാരുടെ പാപങ്ങളെക്കുറിച്ച് നിന്റെ നാഥൻ തികഞ്ഞ ബോധമുള്ളവനാകുന്നു, അവനെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അൽ ഖുറൂൻ എന്നത് തലമുറകൾ എന്ന അർത്ഥത്തിലും കാലഗണനയായി 100 വർഷം 40 വർഷം എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈ ആയത്തിൽ നൂഹിന് ശേഷം എത്രയെത്ര തലമുറകളാണ് നമ്മുടെ വിധിയാൽ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് അധിക മുഫസ്സിറുകളും അർത്ഥം വെച്ചിട്ടുള്ളത്. ആദ്, സമൂദ്, ലോത്തിന്റെ ജനത തുടങ്ങിയവർ ഉദാഹരണങ്ങളാണ്. മക്കയിലെ മുശ്രിക്കുകൾക്കുള്ള താക്കീതാണ് ഇത് എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. പ്രവാചകനെ ധിക്കരിച്ചാൽ നിങ്ങൾക്കും നാശം വരാമെന്ന പാഠമാണ് നിങ്ങളുടെ വാസസ്ഥലങ്ങൾക്ക് ചുറ്റുമുള്ള നശിപ്പിക്കപ്പെട്ട ജനതയുടെ ചരിത്രം നിങ്ങളോട് പറയുന്നത്. ആദ്, സമൂദൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. നാശത്തിൻ്റെ കാരണം തുടർന്ന് പറയുന്നുണ്ട്, റബ്ബിന് കൃത്യമായി അറിയുന്ന പാപങ്ങൾ തന്നെയാണ് അതിൻ്റെ കാരണം. ഇടക്ക് വഖഫാ ബി റബ്ബിക എന്ന അഭിസംബോധന പ്രവാചകനോടാണ് എന്നത് ചില മുഫസ്സിറുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അഥവാ ദാസന്മാരുടെ പാപങ്ങളെ തികച്ചറിയുന്ന, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നിന്റെ നാഥനാണ് അള്ളാഹു എന്നും അവനാണ് ശിക്ഷകൾ നടപ്പാക്കുന്നതെന്നും അർത്ഥം. നേരത്തെ മക്കാ നിഷേധികൾ അള്ളാഹുവിനോട് ശിക്ഷയെ തേടിയതിനെക്കുറിച്ചും നമ്മളിവിടെ ഓർക്കേണ്ടതുണ്ട്. ശത്രുക്കൾക്കിത് ശക്തമായ മുന്നറിയിപ്പാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു റബ്ബിനെ കുറിച്ചുള്ള ആത്മവിശ്വാസം വിശ്വാസികൾക്ക് വലിയ സന്തോഷ വാർത്ത കൂടിയാണ്. ഷൗക്കാനി ഫതഹുൽ ഖദീറിൽ പറയുന്നത് പോലെ, ഇങ്ങനെയുള്ള ഒരു റബ്ബ് നമുക്കുണ്ടല്ലോ. അതിക്രമകാരികൾ വരുമ്പോൾ സമ്പന്നന്മാർ വന്നിട്ട് അവർ അതിക്രമം നടത്തുന്നതിന് കൂട്ടുനിൽക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിക്കും, നാടിനെ നശിപ്പിക്കും എന്ന് പറയുമ്പോൾ സത്യവിശ്വാസികളായ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ പഠിക്കാനുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവർക്ക് അങ്ങനെ ഒരു അള്ളാഹു ഉണ്ട് എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയാണ്. എല്ലാം അവനാണ് നിയന്ത്രിക്കുന്നത് എന്നതിലുള്ള ഒരു പ്രതീക്ഷ, അത് കൂടുതൽ പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും നമുക്ക് പ്രചോദനമാകേണ്ടതുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ലോകത്ത് മനുഷ്യരും വിശ്വാസികളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഈ ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്.
18-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ നുരീദു സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറ എന്നാണ്. ഒരുവൻ തൽക്ഷണം ലഭിക്കുന്ന ഐഹികമായ നേട്ടങ്ങളാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് ഇവിടെ നാം ഇച്ഛിക്കുന്നവർക്ക് ക്ഷണത്തിൽ നമ്മൾ നൽകുന്നു. എന്നിട്ട് അവന് നരകത്തെ നിശ്ചയിച്ചു കൊടുക്കുന്നു. അതിലവൻ നിന്ദിതനും കാരുണ്യം വിലക്കപ്പെട്ടവനുമായി എറിയപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അൽ ആജില എന്നാൽ ഇഹത്തിൽ ഉടനടി ലഭിക്കുന്ന ഭൗതികമായ നേട്ടങ്ങളെക്കുറിച്ചാണ്. ഇതിൻ്റെ വിപരീതമായ ഖുർആനിക സാങ്കേതിക ശബ്ദം ആഖിറത്ത് എന്നതാണ്. അഥവാ മരണാനന്തരം പരലോകത്തിൽ ലഭിക്കുന്ന പിന്തിക്കപ്പെട്ട കർമ്മഫലം, അതാണ് ആഖിറത്ത്. അൽ ആജില കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുനിയാവാണെന്ന് ഏതാണ്ട് എല്ലാ മുഫസ്സിറുകളും പറഞ്ഞിരിക്കുന്നു. ഭൂമിയിൽ മനുഷ്യർക്ക് അനുവദിക്കപ്പെട്ട അനുഗ്രഹങ്ങളും സുഖങ്ങളും തേടുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മറിച്ച് ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ദുനിയാവാവുക, അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുക, പരലോക പ്രതിഫലത്തെ അവഗണിക്കുക, നിഷേധിക്കുക തുടങ്ങിയ വിശ്വാസികളല്ലാത്തവരുടെ നിലപാടുകളെക്കുറിച്ചാണ് കാര്യമായും ഇവിടെ ഊന്നി പറയുന്നത്. പിന്നീട് പറയുന്നത്, അത്തരക്കാരിൽ പെട്ടവർക്ക് ആർക്കാണോ അള്ളാഹു ദുനിയാവ് നൽകാൻ ഉദ്ദേശിച്ചത്, എത്രയാണോ നൽകാൻ ഉദ്ദേശിച്ചത് അത് ഉടനടി നൽകുന്നു. എന്നാൽ അവനത് കടുത്ത പരീക്ഷണമായിട്ട് മാറും. അവൻ ആ ഭൗതിക വിഭവങ്ങൾ കൊണ്ട് ധിക്കരിക്കുകയും അഹന്ത നടിക്കുകയും നീതി നിഷേധിക്കുകയും അധർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നരകത്തിൻ്റെ അവകാശിയായി മാറുന്നു. ഇതിൻ്റെ കാരണം അവൻ്റെ തെറ്റായ തെരഞ്ഞെടുപ്പും തെറ്റായ പ്രവർത്തനങ്ങളുമാണ്. മനുഷ്യനൊരു സ്വതന്ത്ര ജീവിയാണ്, അവനെന്തും തെരഞ്ഞെടുക്കാം. അല്ലാതെ അള്ളാഹു എന്തെങ്കിലും വിദ്വേഷം കൊണ്ടല്ല മആദല്ലാ അങ്ങനെ ചെയ്യുന്നത്. അവന് അള്ളാഹു നൽകിയ ബുദ്ധി ശരിയായി ഉപയോഗിക്കാതിരുന്നതും പരലോകത്തെ തള്ളി ഇഹലോകം മാത്രം തെരഞ്ഞെടുത്തതുമാണ് അവൻ്റെ നാശത്തിൻ്റെ കാരണം. യസ്ലാഹ എന്നത് കടന്നെരിയും, എല്ലാ ഭാഗങ്ങളും പൊതിയുന്ന രൂപത്തിൽ നരകത്തിൽ പ്രവേശിക്കുമെന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. നിന്ദ്യനായിട്ടും മദ്മൂം, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകപ്പെട്ടവനായിട്ടും അകറ്റപ്പെട്ടവനായിട്ടും ആട്ടപ്പെട്ടവനായിട്ടും അഥവാ മദ്ഹൂറൻ ആയിട്ടാണ് അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മുന്നറിയിപ്പായിട്ട് നൽകുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെ 19-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നു, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫൗലൈക കാന സഅയുഹും മഷ്കൂറ. പരലോകം കാക്ഷിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിന് പ്രയത്നിക്കേണ്ട വിധം പ്രയത്നിക്കുകയും ചെയ്യുന്നവരാരാണോ അത്തരം ആളുകളുടെ പ്രയത്നങ്ങൾ അഭിനന്ദനീയമാകുന്നു എന്നാണ്. അൽ ആജിലത്ത് നമ്മൾ പറഞ്ഞു, ഉടനടി നേട്ടം ലഭിക്കുന്ന ദുനിയാവ് തെരഞ്ഞെടുക്കുന്നതിന് പകരം അൽ ആഖിറത്ത് പരലോകം കൊതിച്ചുകൊണ്ട് പ്രവർത്തിച്ചവരെ കുറിച്ചാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. ആഖിറം ഉദ്ദേശിച്ചവർ എന്നതിൻ്റെ താല്പര്യം ആഖിറത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ചവരെന്നാണ് അർത്ഥമെന്ന് ഷൗക്കാനി പറയുന്നുണ്ട്. ആഖിറം ഉദ്ദേശിച്ചു എന്നത് മാത്രം പോരാ, ആദ്യ കൂട്ടരിൽ നിന്ന് വ്യത്യസ്തപ്പെടാനും വിജയിക്കാനും കർമ്മങ്ങൾ കൂടി അതിനനുസരിച്ച് അവൻ ചെയ്യേണ്ടതുണ്ട്. സത്യവിശ്വാസിയായിക്കൊണ്ട് അവന് അതിന് പ്രയത്നിക്കേണ്ട വിധം പ്രയത്നിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഉദ്ദേശം അള്ളാഹുവിനോടുള്ള നിഷ്കളങ്കതയോടുകൂടി അവൻ വിധിച്ചത് പ്രവർത്തിക്കുകയും വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യലാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. എന്നല്ല, ശരിയായ ഈമാനോടുകൂടി ഷറൈൻ്റെ വഴിയിലുള്ള പ്രവർത്തനങ്ങളെ സ്വീകരിക്കപ്പെടുകയുള്ളൂ. കേവല വിശ്വാസം കൊണ്ട് മാത്രം ഒരാളും രക്ഷപ്പെടുകയില്ല എന്ന് കൃത്യമായി അള്ളാഹു ഈ ആയത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. വഹുവ മുഅ്മിൻ, സത്യവിശ്വാസി ആയിക്കൊണ്ട് ഒരാൾ എന്ന് പറഞ്ഞ ഉടനെ ഫഉലൈക, അക്കൂട്ടർ എന്ന ശൈലിയിലേക്ക് മാറുന്നത് ശ്രദ്ധിക്കുക. ദുനിയാവ് വേണോ ആഖിറത്ത് വേണമോ എന്ന് തീരുമാനിക്കുന്നത് ഒരുപക്ഷെ ഓരോരുത്തരുമാണ്. അങ്ങനെ ഓരോരുത്തർക്ക് തീരുമാനിക്കാൻ സാധിക്കണം. അതിനനുസരിച്ചാണ് വിചാരണ. എല്ലാവരും ഖിയാമത്ത് നാളിൽ റബ്ബിൻ്റെ മുമ്പിൽ എത്തുന്നത് ഒറ്റക്കായിരിക്കും എന്ന ഖുർആൻ സൂക്തം നമ്മൾ ഈ സമയത്ത് ഓർക്കണം. എന്നാൽ കർമ്മഫലം പറയുമ്പോൾ കൂട്ടർ എന്ന ശൈലിയിലേക്ക് മാറുന്നുണ്ട്. തൊട്ടടുത്ത 2 ആയത്തുകളിലും അക്കൂട്ടർ ഇക്കൂട്ടർ, ഒരു വിഭാഗം മറ്റേ വിഭാഗം എന്നും പറയുന്നുണ്ട്. 22-ാം ആയത്തിലാവട്ടെ വീണ്ടും നീ എന്നതിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. നീ നിന്ദ്യനും നിസ്സഹായനുമായി ഇരുന്നു പോകുമെന്നാണല്ലോ പറയുന്നത്. തീരുമാനം ഒറ്റക്കെടുത്താലും പ്രവർത്തനങ്ങളിൽ പലരെയും പങ്കാളികളാക്കുന്നതിനാൽ അവസാനം അത് സത്യ അസത്യ സംഘങ്ങളായി തീരുമെന്ന് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം
താൻ ഏത് സംഘത്തിലാണ് ഉൾപ്പെടേണ്ടതെന്ന് ഓരോരുത്തരും തീരുമാനിക്കണമെന്ന് ബോധ്യപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത്. ഒരു സംഘം അവിടെ രൂപപ്പെടും. ഞാൻ ഒറ്റക്ക് തീരുമാനമെടുത്താലും ഒരു സംഘത്തിൻ്റെ ഭാഗമായി മാറിപ്പോകും. ആ സംഘത്തെക്കുറിച്ചും അള്ളാഹു പറയുന്നുണ്ട് എന്നതാണ്. അത്തരം ആളുകളുടെ പ്രവർത്തനങ്ങൾ അഭിനന്ദനീയമാകുന്നു എന്നതിൻ്റെ താല്പര്യം അള്ളാഹുവിങ്കൽ എന്നാണ്. മഷ്കൂറൻ എന്നാൽ ശുക്ർ, നന്ദി അർഹിക്കുന്നത് എന്നർത്ഥം, സ്വീകരിക്കപ്പെടുന്നത് എന്നും ചിലർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പരിശ്രമിക്കേണ്ടതുപോലെ പരിശ്രമിച്ചവർ എന്ന് പുകഴ്ത്തിയാണ് ആ പരിശ്രമം നന്ദി അർഹിക്കുന്നതാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. അത് വിശ്വാസികളുടെ ഒരു സവിശേഷതയായി തന്നെ പ്രത്യേകമായി പറഞ്ഞിരിക്കുകയാണ്. നല്ല കാര്യങ്ങൾക്ക്, നല്ല പ്രയത്നങ്ങൾക്ക് ശുക്ർ, നന്ദി പറയുക എന്നത് ഒരു ജീവിത ശൈലിയാക്കണമെന്ന സൂചന കൂടി നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാതൃക അതാണ്. നന്മ ചെയ്തവർക്ക് നന്ദി പറയുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല. ഇന്നത്തെ നമ്മുടെ പുതിയ തലമുറകൾക്ക് ലഭിക്കാത്തതും അതാണ്. മറ്റുള്ളവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു മാന്യമായ രൂപത്തിലുള്ള അപ്രിസിയേഷൻ, നന്ദി, താങ്ക്സ്. അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, ഖുർആനിൻ്റെ ഭാഗമാണ്. അള്ളാഹു സൽക്കർമ്മചാരികൾക്ക് ഇവിടെ നന്ദി പറയുമ്പോൾ, മഷ്കൂറൻ എന്ന് പറയുമ്പോൾ നമുക്കത് വലിയൊരു പാഠമാണ്. എന്നല്ല, അത്തരം വാക്കുകൾ മറ്റുള്ളവർക്ക് വലിയൊരു മോട്ടിവേഷനായിട്ടും മാറും. മനുഷ്യൻ എപ്പോഴും പ്രവർത്തിക്കുന്നത് പ്രചോദനങ്ങൾ കൂടി ഉൾക്കൊണ്ടിട്ടാണ്. അപ്പം ഇത്തരം മാതൃക നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അത്തരം വാക്കുകൾ, ശുക്ർ, നന്ദി തുടങ്ങിയ വാക്കുകൾ ചെറുതല്ല, അതിന് വലിയ അർത്ഥമുണ്ട്, അതിൽ ഖുർആനികമായ മാതൃകയുണ്ട് എന്നുകൂടി ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു സത്യവിശ്വാസി അവൻ്റെ കൺമുമ്പിൽ കാണുന്ന ഭൗതികമായ നേട്ടങ്ങളാണോ അവന് വേണ്ടത്, എന്നെന്നും നിലനിൽക്കുന്ന പരലോകമാണോ വേണ്ടത് എന്ന തെരഞ്ഞെടുപ്പിൽ വലിയ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. എല്ലാ മനുഷ്യന്മാർക്കുമുള്ള ഒരു സന്ദേശമാണിത്. ഒരുപക്ഷെ വിശ്വാസികൾ അതിൽ ശ്രദ്ധയൊന്നുണ്ടാവാം. പക്ഷേ നമ്മുടെ കൂടെ സ്വർഗത്തിലേക്ക് വരേണ്ടവർ ഏത് ലോകത്തെയാണ് തെരഞ്ഞെടുത്തത്, എങ്ങോട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നത് നമ്മുടെ ശ്രദ്ധയിൽ പതിയേണ്ട കാര്യമാണ്, നമ്മുടെ പ്രവർത്തനത്തിൽ വരേണ്ടതാണ്. അങ്ങനെ പ്രവർത്തിക്കുന്നവരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.